ഹലോ, ഇത് നമുക്ക് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രെയിം തട്ടിക്കൂട്ടാട്ടോ. ഇത് ഞാൻ മീഷോയിൽ കണ്ടതാണ്. നല്ല പിൻട്രസ്റ്റ് വൈബില്ലേ. അതിനൊരു A4 സൈസ് ഉണ്ട്, എന്നാലും ഞാനത് മടക്കി ഒന്ന് ചെറുതാക്കുന്നുണ്ട് എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്. ഇതിന് 345 രൂപ 350 രൂപ എന്താണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ചിലവില്ലാണ്ട് നമുക്കൊരു ലൈറ്റ് പിങ്ക് കളർ ഇതുപോലത്തെ ഒരു കളർ പേപ്പറും ഒരു റെഡ് സ്കെച്ചൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ബോ ഒന്ന് ചെറുതാക്കി വരയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ എൻ്റെ ബോ ഒക്കെ വലിപ്പം കൂടിയിട്ടുണ്ട്. ഒന്നും കൂടെ ചെറുതാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. റൗണ്ടിലൊരു വൈറ്റ് കളർ പേപ്പർ വെട്ടിയെടുത്തിട്ട് അതിൽ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് ഇഷ്ടമുള്ള കോട്ടൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ അതിൽ സെയിം കോട്ട് കോപ്പി അടിച്ചിട്ടില്ല. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പരമ ബോറാണ്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളിതാ ആ ഒരു വെട്ടിയെടുത്ത പേപ്പർ സെൻറ്ററിൽ ഒടിച്ചു കൊടുക്കണം. കുറച്ചും കൂടി കട്ടിക്കിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇനി ഇതിന് കേടുപാടുകളൊന്നും വരാണ്ടിരിക്കാനായിട്ട് ഒരു കവറിനകത്ത് ഇറക്കി വെച്ചിട്ട് നമ്മൾ ബുക്കൊക്കെ പുതിയില്ലേ അതുപോലെ മടക്കിയിട്ട് സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹ്യൂമിഡിറ്റി കാരണം ഞാൻ മുന്നുണ്ടാക്കിയ ഇതുപോലത്തെ ഫ്രെയിമൊക്കെ കേടായി പോയി. അപ്പോൾ കേടുപാടുകൾ വരാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത്. ഫ്രെയിമൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇതിന് താഴെ ഞാൻ വെച്ച് കൊടുത്തിട്ട് സ്റ്റേപ്ലർ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ കട്ടിക്കിരിക്കട്ടെ. ഫ്രെയിം നമ്മൾ വെച്ച് കൊടുത്തു. ഒന്നും കൂടെ ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബോ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രെയിമിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നമ്മൾ വരച്ചു കൊടുത്ത ബോ ഒന്നും കൂടി ചെറുതായിരുന്നെങ്കിൽ ഒന്നും കൂടെ ക്യൂട്ടായേനെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.